വിശ്വാസത്തിലല്ലാതെ ക്രിസ്തീയ ജീവിതത്തിൽ, കിങ്ഡം ഓഫ് ഗോഡിൽ, ദൈവരാജ്യത്തിൽ നിനക്കൊരു കാര്യവും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. രക്ഷ, സാൽവേഷൻ നമ്മിൽ സംഭവിച്ചത് ബൈ ഫെയ്ത്ത്. റോമൻസ് ചാപ്റ്റർ 10:9. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടതും വിശ്വാസത്തിലാണ്. ദൈവം മുഴുവൻ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത് ഫെയ്ത്ത് റിലത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവത്തിന് ദൈവത്തിൽ തന്നെയുള്ള വിശ്വാസം. അത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫെയ്ത്ത്. പറഞ്ഞ വിവിധ തരത്തിലുള്ള വിശ്വാസം. രക്തസ്രവക്കാരി സ്ത്രീയോട് വിശുദ്ധ ബൈബിളിൽ ലുക്ക് ചാപ്റ്റർ 8:43 മുതൽ വായിച്ചു. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായൊരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം. രക്തസ്രവക്കാരി സ്ത്രീ 12 വർഷം മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്തവൾ. പറഞ്ഞ വിശ്വാസം. രക്തസ്രവക്കാരി സ്ത്രീക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അവളുടെ വിശ്വാസം? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ സൗഖ്യമുണ്ടാകും. എന്ത് സംഭവിച്ചു? ഇത്രേ പുരുഷാരത്തിന്റെ ഇടയിൽ ഇവൾ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. കണ്ടോ, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും, ദൈവത്തിന്റെ എല്ലാ പ്രോഡക്റ്റും, ഗോഡ്സ് പ്രോഡക്റ്റ്, ഹീലിംഗ് ഈസ് ദ ഗോഡ്സ് പ്രോഡക്റ്റ്. ദൈവത്തിന്റെ സകല നന്മകളും നമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് ഫെയ്ത്ത് ഉണ്ടാകണം. ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ്. അതുകൊണ്ടാണ് പലപ്പോഴും ശിഷ്യന്മാരുടെ യേശു ചോദിച്ചത്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേളിൽ വന്നതിന് ശേഷം യേശുവിന് അത് ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം യേശു ചെയ്തതിലും ഭൂമിയിൽ ചെയ്തതിലും അധികം അവർ ചെയ്യുകയാണ്. യേശു ഈ ഭൂമിയിൽ ഞാൻ നിഴലിട്ട് യേശു സൗഖ്യമാക്കിയത് ഞാൻ ബൈബിളിൽ കാണുന്നില്ല. പക്ഷേ പത്രോസിന്റെ നിഴലിട്ട് സൗഖ്യമാക്കി. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. കാരണം അവൾ വിശ്വസിച്ചു. അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് അവളുടെ രക്തസ്രവം എന്ന രോഗം സൗഖ്യമായി. രക്തസ്രവക്കാരി സ്ത്രീക്ക് ഉണ്ടായിരുന്നത് വിശ്വാസമാണ്. എന്ത് വിശ്വാസം? വസ്ത്രത്തിന്റെ തൊങ്കലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. ആ ഒരൊറ്റ കാര്യമേ അവൾ വിശ്വസിച്ചുള്ളൂ. ആ ഒരൊറ്റ കാര്യമേ അവളിൽ സംഭവിച്ചുള്ളൂ. എന്നാൽ മറ്റൊരു സ്ത്രീയെ ഞാൻ കാണിക്കാം. ആ സ്ത്രീയുടെ പേര് കനാന്യ സ്ത്രീ എന്നാണ് ബൈബിളിൽ. കനാന്യ സ്ത്രീ, മാത്യു ചാപ്റ്റർ 15, മത്തായി 15:22 മുതലുള്ള വാക്യം. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ലിസൺ, നിന്റെ ഇഷ്ടം പോലൊക്കെ നിനക്ക് ഭവിക്കട്ടെ.
രക്തസ്രവസ്കാരിയായ സ്ത്രീക്കുണ്ടായിരുന്നത് അവളുടെ രോഗം, രക്തസ്രവം, ബ്ലീഡിങ് ഇഷ്യൂ സൗഖ്യമാകുമെന്നൊരു വിശ്വാസമാണ്, ആ ഒരൊറ്റ വിശ്വാസം. എന്നാൽ കനാന്യ സ്ത്രീയിൽ ഉണ്ടായിരുന്നത് വലിയ വിശ്വാസമാണ്. മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കും തിന്ന് നായ്ക്കുട്ടികളും ജീവിക്കുന്നല്ലോ. അവളുടെ മകളുടെ സൗഖ്യത്തെ, അവളുടെ മകൾക്ക് കിട്ടേണ്ട ഡെലിവറൻസിനെ അവൾ കമ്പയർ ചെയ്തത് ബ്രെഡിനോട് കൂടെയാണ്. ബ്രെഡ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഭക്ഷണമാണ്, ഒരു അസാധാരണമായ ഭക്ഷണമല്ല യഹൂദന്മാർക്ക് ഗുബൂസ്, റൊട്ടി എന്ന് പറയുന്നത്. അവരുടെ സാധാരണ ഭക്ഷണമാണ്. അവൾ ഡെലിവറൻസിനെ, ഹീലിങ്ങിനെ ഒരു വലിയ കാര്യമായിട്ടല്ല അവൾ പറയുന്നത്. അവൾ ഒരു വെളിപ്പാട് അവിടെ പറയുന്നു. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ആർ നോർമൽ ലോർഡ് ഇൻ യുവർ പ്രസൻസ്. നിന്റെ സാന്നിധ്യത്തിൽ, ദൈവരാജ്യത്തിൽ സൗഖ്യവും വിടുതലും ഒരു സാധാരണ കാര്യമാണ്. യേശു അവളോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. അതുകൊണ്ട് നിന്റെ കുഞ്ഞു മാത്രമല്ല സൗഖ്യമാകാൻ പോകുന്നത്, നിന്റെ ഇഷ്ടം പോലൊക്കെ. നമ്മൾ പറയത്തില്ലേ, വാട്ട് യു വിഷ്, വാട്ട് ഈസ് യുവർ ഡിസയർ, ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി, വായുകൾ തുറന്ന് കർത്താവിനോട് പറഞ്ഞ്, എൻ്റെ അകത്ത് വലിയ വിശ്വാസം തരണമേ. വിശ്വാസത്തിന്റെ ഗിഫ്റ്റ് എന്നിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ അതെന്ത് തന്നെയാണെങ്കിലും പവർ ഗിഫ്റ്റായ വിശ്വാസം നമ്മൾക്ക് ആവശ്യമാണ്. വിശ്വാസം ഇല്ലാതെ നമുക്ക് ദൈവരാജ്യത്തിൽ ഒന്നും ചലിപ്പിക്കാനോ പ്രവർത്തിക്കാനോ ചെയ്യാനോ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവിനോട് പറയണം, പരിശുദ്ധാത്മാവേ, എൻ്റെ അകത്ത് വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ അവിശ്വാസത്തെ, അതാണ് യേശു പറഞ്ഞത്, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാകാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അൺബിലീഫ് എന്ന് പറയുന്നതും ഒരു സ്പിരിറ്റാണ്, ബിലീഫും ഒരു സ്പിരിറ്റാണ്. അതുകൊണ്ടാണ് അവിശ്വാസത്തിന്റെ ആത്മാവ്, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, evil heart, unbelief. Thank you Holy Spirit. Hallelujah. രണ്ടാമതായി healings, power giftil the important thing is healings. Yes. Hallelujah. Hallelujah. എത്ര പേർക്ക് ഹീലിംഗ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം? Amen. Praise God. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഹോവയായ ദൈവം തിരുവെഴുത്തുകൾക്കകത്ത് തന്നെ തന്നെ താൻ പരിചയപ്പെടുത്തുന്നത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. മോശ ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? മിസ്രയീമ്യർ എന്നോട് എന്നെ അയച്ചതാരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ ദൈവം മോശയോട് പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകും. നിന്റെ ജീവിതത്തിൽ എന്താണോ ഞാൻ ആകേണ്ടത് അത് ഞാനാകുന്നു. ഞാൻ നിനക്ക് സൗഖ്യമാണോ, ഞാൻ നിന്റെ സൗഖ്യദായകൻ. നിനക്ക് സമാധാനമാണോ, ഞാൻ നിന്റെ സമാധാനദായകൻ. നിനക്ക് ഡെലിവറൻസ് ആണോ, ഞാൻ നിന്നെ വിടുവിക്കുന്നു. പക്ഷെ ദൈവം ഒരിക്കൽ താൻ ആര് എന്ന് പരസ്യമായി വെളിപ്പെടുത്തിയത് എക്സോഡസ് ചാപ്റ്റർ 15:26, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. I am the Lord that healer thee. I am your God, God of healing. Amen. Let us say everyone, my God, He is the God of healing. God of healing. രണ്ട് പവർ ഗിഫ്റ്റിൽ രണ്ട് കാര്യങ്ങളാണ്. One is healings and one is working miracles, അല്ലേ? രോഗശാന്തികളുടെ വരവും വീര്യപ്രവൃത്തികളുടെ വരവും. വർക്കിംഗ് മിറക്കിൾസ് ആൻഡ് ഹീലിംഗ്സ്. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ചിലപ്പോൾ അത്
ഗ്രാജുവലായി സംഭവിക്കും, സഡനായി സംഭവിക്കും. കൂനയായ സ്ത്രീയോട് അവളുടെ മേളിൽ യേശു കൈവച്ചു. ക്ഷണത്തിൽ അവൾ നിവർന്നു. പറഞ്ഞ് ക്ഷണത്തിൽ നിവർന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി. Suddenly she get a deliverance. എന്നാൽ 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്നു. ആ 10 കുഷ്ഠരോഗികളുടെ മേളിൽ യേശു കൈവച്ച് പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴും അവർ കുഷ്ഠരോഗികൾ തന്നെയായിരുന്നു. യേശു പ്രാർത്ഥിച്ചിട്ടൊന്നും സംഭവിച്ചില്ല. ബൈബിൾ പറയുന്നു അവർ പോകുന്ന വഴിയിൽ അവർ സൗഖ്യം പ്രാപിച്ചു. ചില ഹീലിംഗ്സ് ഗ്രാജുവൽ ആയിരിക്കും. എന്നാൽ മിറക്കിൾസ് അങ്ങനെയല്ല. മിറക്കിൾസ് എന്ന് പറയുന്നത്, അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് സഡൻ ആയിരിക്കും. ചെങ്കടൽ രണ്ടായത് ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. യോർദാനെ ദൈവം രണ്ടാക്കിയത് ഒരു അത്ഭുതമാണ്. സഡൻലി സംഭവിക്കും. മരണത്തെ ജയിച്ച് ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് ആ മനുഷ്യരുടെ കാഴ്ചയിൽ സഡൻലി സംഭവിച്ച ഒരു അത്ഭുതമാണ്. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിന്റെ കല്ലറവാതിക്കൽ നിന്നുകൊണ്ട് യേശു ലാസറിനെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഹീലിംഗ് അല്ല കാണുന്നത്, ഞാൻ അവിടെ മിറക്കിളാണ് കാണുന്നത്. രോഗശാന്തി അതും ഫെയ്ത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ പവർ ഗിഫ്റ്റ്. ഇറ്റ്സ് എ പവർ ഗിഫ്റ്റ്. ഹീലിംഗ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you Jesus. എപ്പോഴും ഓർക്കണം, ഗിഫ്റ്റ് നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ളതല്ല. ഒരു ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയാൽ, നമുക്ക് ലഭിച്ചാൽ അത് മറ്റൊരാൾക്ക് കൊടുക്കുവാനുള്ളതാണ്. ഗിഫ്റ്റ് എപ്പോഴും പാസ് ചെയ്യാനുള്ളതാണ്, കൊടുക്കുവാനുള്ളതാണ്. നമ്മിൽ ലഭിച്ച ദൈവിക കൃപാദാനങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ളതാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എപ്പോഴും ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകും. ദൈവം ഒരാലോചന പറയുമ്പോൾ അത് സംഭവിക്കും. അതിന് റിസൾട്ട് ഉണ്ടാകും. ദൈവം സംസാരിച്ചാൽ ആ വ്യക്തി ദൈവത്തിലേക്ക് അടുപ്പിക്കപ്പെടും. 3 മില്യൺ ആളുകളെ 400 വർഷം ചെരുപ്പ് തേയാതെ, വസ്ത്രം ജീർണിക്കാതെ, സൗഖ്യത്തോടെ ദൈവമായ കർത്താവ് കൊണ്ട് നടത്തി. സൗഖ്യത്തോടെ. 105-ാം സങ്കീർത്തനം 37-ാം വാക്യം, ഞാൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. വായിക്കാം. അവരുടെ ഗോത്രത്തിൽ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. 37. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഈ 3 മില്യൺ ആളുകളിലും സൗഖ്യത്തോടെ ഒരു ബലഹീനനും ഉണ്ടാകാതെ കർത്താവ് അവരെ കൊണ്ട് നടത്തി. My God is a God of healing. ഈ gift of healing, we are talking related to the gift of healing. The gift of healing is operating by faith. That is a power gift. ഇതാദ്യം ഓപ്പറേറ്റ് ചെയ്ത ആള് തന്നെ, ബൈബിളിൽ ഇതാദ്യം ഓപ്പറേറ്റ് ചെയ്ത ആള് തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ്. വേദപുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാണ്? ഏബ്രഹാം. ഈ രോഗശാന്തിയുടെ പ്രാർത്ഥന അബ്രഹാമിന്റെ കാലം മുതൽ തുടങ്ങിയതാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 17-18 വാക്യം. ജെനസിസ് ചാപ്റ്റർ 20 വേഴ്സ് 17 and 18. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമലേക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. ഹല്ലേലൂയ. അബ്രഹാം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ കൂട്ടമായ വിടുതൽ നടന്നു. അബീമലേക്കിനെയും അവന്റെ ഭാര്യയും അവന്റെ ദാസിമാരെയും അവിടെ നിന്ന് മുഴുവൻ എണ്ണവും ഹീലായി.
Yes. Listen to me. So Abraham prayed unto God, and God healed. Amen. Amen. God healed. Yes. Amen. 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 അബ്രഹാം ഉൽപ്പത്തി പുസ്തകം മുതൽ അബ്രഹാമിന്റെ കാലം മുതൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു ഹീലിംഗ് മിനിസ്ട്രി. Amen. 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 Hallelujah. Hallelujah. താങ്ക് യു. വി ആർ ദ സീഡ് ഓഫ് ഏബ്രഹാം. Amen. നമ്മൾ അബ്രഹാമിന്റെ വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കളെന്ന് അറിവീൻ. വി ആർ ദ സീഡ് ഓഫ് ഏബ്രഹാം. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. Hallelujah. അങ്ങനെയാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴും അനേകർ സൗഖ്യം പ്രാപിക്കുവാനിടയാകും. മർക്കോസ് 16:17 വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. Hallelujah. Because your right hand is representing the power. Yes. Thank you, Power. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു. Amen. അവന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. Yes. Right hand. Amen. Thank you, Holy Thank Spirit. you, Jesus. Lift up your right hand. Lord, use these hands Amen. in the name of Jesus. Yes. കർത്താവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങളെ Yes. നീ ഉപയോഗിക്കണമേ. Receive it. We receive it. അനേകരുടെ സൗഖ്യത്തിനായി, Amen. Amen. അനേകരുടെ വിടുതലിനായി, Amen. അനേക ഭൂതങ്ങളെ പുറത്താക്കാനായി, Amen. അനേക രോഗികളെ സൗഖ്യമാക്കുവാനായി, Amen. അനേക കുടുംബങ്ങളുടെ വിടുതലിനായി, Receive. Lord, use this hand in the mighty name of Jesus. Yes. Receive it. Thank you, Holy Spirit. Hallelujah. The Lord is going to use your hands. Amen. The Lord is going to use your words. Oh, hallelujah. Operate it by faith. Yes. Operate it by faith. Amen. ഇത് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടട്ടെ. Yes. ഇത് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടട്ടെ. Amen. ഒത്തിരി മിറക്കിൾ ടെസ്റ്റ് മണികൾ ഉണ്ടാകട്ടെ. നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ ദേശത്തിൽ അനേകർ സൗഖ്യം പ്രാപിക്കട്ടെ. Amen. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ, എല്ലാവരും പ്രവചിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നവരായിരിക്കണം. Amen. ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാകരുത്. First Corinthians chapter 12 word 1. സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ, നിങ്ങൾ 1 കൊരിന്ത്യർ 12:1 പറയുന്നു, നിങ്ങൾ ആത്മീക വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അറിയാത്തവരാകരുത്. Yes. നിങ്ങൾ ഇഗ്നോറന്റ് ആകരുത്. Amen. നിങ്ങൾ അറിയണം. പറഞ്ഞ ഇത് അറിയണം. ഇതറിയണം. അറിയുക മാത്രമല്ല, First Corinthians chapter 14 word 1, 1 കൊരിന്ത്യർ 14:1 സ്നേഹം- ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിക്കുകയും അറിവ്, ഇതിനെക്കുറിച്ച് ബോധ്യങ്ങൾ ലഭിച്ചവർ മാത്രമായിട്ടല്ല, ഇതിന്റെ ക്ലാസ്സുകൾ കേട്ട് എഴുതിയെടുത്തുകൊണ്ട് പോയവരായിട്ടല്ല, നിങ്ങൾ ഇതാഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങളിലൂടെ കർത്താവ് ഇത് ചെയ്യുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. Amen. Hallelujah. ഇത് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു. ചില കേസുകളിൽ ഇത് ഇംപ്ലാന്റ് ചെയ്യപ്പെടും. Amen. എന്നാൽ ഇത് വേഗത്തിൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നതാണ്. Amen. Yes. ഈ സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടാകണം. നിങ്ങളെ മെന്റർ ചെയ്യുന്ന ഒരു സ്പിരിച്വൽ മെന്റർഷിപ്പ് ഉണ്ടാകണം. Yes. Amen. നിങ്ങൾക്കൊരു സ്പിരിച്വൽ കവറിംഗ് ഉണ്ടാകണം. Amen. The right association Yes. and the right connections Amen. will equip your ministry, Yes. will enlarge your territory. Amen. Hallelujah. Without Moses, there is not Joshua. Yes. Without Eli, the priest Eli, there is no Samuel. Yes. Without Samuel, there is not David. Amen. Without David, there is not 400 mighty warriors. Without Elijah, there is no Elisha. Yes. Without anointed one Jesus Christ, there is not 12 apostles. Amen.
Without Ananias, there is no Paul. Without Paul, there is no Timothy. Amen. Yes. This is a right connection. Jesus. This is the right association. Hallelujah. The spiritual covering and the spiritual mentorship Amen. and the spiritual association is the important factor Yes. to uplifting your ministry Amen. and your grace. Thank you, Jesus.